الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم والذين آمنوا بالله ورسله أولئك هم الصديقون والشهداء عند ربهم لهم أجرهم ونورهم والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. സൃഷ്ടാവും പ്രപഞ്ചനാഥനുമായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടും പിന്നീട് നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്നെല്ലാം നാം ഏവരെയും അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈമാൻ കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നാലാമത്തെ കാര്യം നമുക്കറിയാം, അല്ലാഹുവിൻ്റെ മുർസലീങ്ങളിലുള്ള ഈമാനാണ്. എന്താണ് മുർസലീങ്ങളിലുള്ള ഈമാൻ? ആ ഈമാൻ എങ്ങനെയാണ് സത്യവിശ്വാസിക്ക് നിർഭയത്വം ലഭിക്കുക? ആ കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നാം ഖുതുബയിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ ലോകത്ത് എവിടെയൊക്കെ മനുഷ്യ സമൂഹങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടേക്കെല്ലാം ദൈവദൂതന്മാരെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബത് താഗൂത്ത്. എല്ലാ സമുദായങ്ങളിലേക്കും നാം ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവർ ജനങ്ങൾക്ക് നൽകിയ മുഖ്യ സന്ദേശം? അല്ലാഹുവിനെ തന്നെ നിങ്ങൾ ആരാധിക്കണം. വജ്തനിബത് താഗൂത്ത്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, ആശ്രയിക്കപ്പെടുന്ന എല്ലാറ്റിനെയും വെടിയണമെന്നും ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാ സമുദായത്തിലേക്കും അല്ലാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചത്. അത് നമ്മുടെ ഈമാനിലെ ഒന്നാമത്തെ കാര്യമാണ്. അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. അതുപോലെ തന്നെ അല്ലാഹ് ഫാത്തിറിൽ പറഞ്ഞു,
ഒരു മുന്നറിയിപ്പുകാരൻ വരാതെ ഒരു സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. രണ്ടും ഒന്ന് തന്നെ. ആദ്യം കേട്ട ആയത്തും രണ്ടാമത്തെ നഹ്ലിലെ ആയത്താണ് നിങ്ങൾ ആദ്യം കേട്ടത്. ഇത് ഫാത്തിറിലെ ആയത്താണ്. രണ്ടിന്റെയും ആശയം ഒന്ന് തന്നെ. ഏത് കാലഘട്ടത്തിലെ മനുഷ്യ സമൂഹങ്ങളിലേക്ക്, ഏത് പ്രദേശങ്ങളിലേക്കായെങ്കിലും അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം റബ്ബിന്റെ ഏകത്വം അംഗീകരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നതാണ്. ശിർക്കിനെ പറ്റ ഉപേക്ഷിക്കണം എന്നതാണ്. അതും നമ്മുടെ ഈമാനായി മാറണം. കാരണം അന്ന് പറഞ്ഞതല്ലേ, ഇങ്ങനെ ദൈവദൂതന്മാരിലുള്ള ഈമാൻ, അതിന്റെ ഗുണം എന്ന് പറയുന്നത് വല്ലദീന ആമനൂ ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, വറുസുലിഹി, അല്ലാഹുവിന്റെ ദൂതന്മാരിലും, ഉലൈക ഹുസ്ദിഖൂൻ, അവരാണ് സത്യസന്ധന്മാർ, വശുഹദാ, അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷികളാകുന്നവരും അവരാണ്, ഇൻദ റബ്ബിഹിം, റബ്ബിന്റെ അടുക്കൽ, ലഹും അജ്റുഹും, അവർക്ക് അവരുടെ പ്രതിഫലമുണ്ട്, വനൂറുഹും, അവർക്ക് പ്രകാശമുണ്ട്, വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം, ഈ രണ്ട് സംഗതികൾ അംഗീകരിക്കാതെ കളവാക്കുന്നവരും നിഷേധിക്കുന്നവരും അവര് കത്തിജ്വലിക്കുന്നതിന്റെ നരകത്തിന്റെ അവകാശികളായിരിക്കും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. റബ്ബിന്റെ അടുക്കൽ ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ് എന്ന് പറയുമ്പോൾ അത് സത്യമാകണമെങ്കിൽ അവൻ അല്ലാഹുവിലും ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കണം. അവനാണ് സാക്ഷ്യം വഹിക്കുന്നവൻ, അവർക്ക് പ്രതിഫലമുണ്ട് റബ്ബിന്റെ അടുക്കൽ. നിഷേധിച്ചാലോ? അപ്പൊ ഈമാൻ മുഹമ്മദ് നബിയിൽ മാത്രമല്ല ഈ പറഞ്ഞത്, ലോകത്ത് വന്ന മുഴുവൻ ദൈവദൂതന്മാർ ഈമാൻ കൊള്ളുകയാണ് നാം ചെയ്യുന്നത്. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം കിതാബിനെ കുറിച്ച് പറഞ്ഞ പോലെ, അള്ളാഹുവിൽ നിന്ന് വഹയായി ലഭിച്ച കിതാബിനെ കുറിച്ച് പറഞ്ഞ പോലെ എല്ലാ നാട്ടിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും അള്ളാഹു ദൈവദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയില്ല ആരാണ്. പരിശുദ്ധ ഖുർആനിൽ 25ഓളം അമ്പിയാക്കൾ, മുർസലീങ്ങൾ അടങ്ങുന്ന ആളുകളുടെ പേരുകളെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ. അത്ര അറിഞ്ഞാൽ മതി. പിന്നെന്താ ഈമാൻ? അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാർ എല്ലാ സമൂഹങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. അവരുടെ പ്രബോധനത്തിന്റെ കാതലായത് തൗഹീദായിരുന്നു, ശിർക്കിനെതിരായിരുന്നു. അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഭാരതത്തിൽ നബിമാര് വന്നിട്ടുണ്ടോ? ഉണ്ടാവാം. ആരാണ് ആ നബി? നമുക്കറിയില്ല, അറിയേണ്ടതും ഇല്ല. അവിടെയാണ് മനസ്സിലാക്കുക. ചിലരിങ്ങനെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ഇയാള് നബി ആയിക്കൂടെ, മറ്റാണ് ആയിക്കോട്ടെ. നമുക്കെങ്ങനെ അറിയാം? അറിയണമെന്നുണ്ടെങ്കിൽ അന്നത് പറഞ്ഞേനെ, അല്ലെങ്കിൽ റസൂലിന്റെ കൂടെ പറഞ്ഞേനെ. വളരെ ഗൗരവപ്പെട്ട ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അറിയേണ്ടത് അള്ളാഹു കിതാബിലൂടെയും റസൂലിലൂടെയും പഠിപ്പിച്ചിരിക്കും. പഠിപ്പിക്കാത്തത് ഗവേഷണം ചെയ്യേണ്ട ജോലി നമുക്കില്ല. കൃത്യമായി അവിടെയാണ് സംഭവിക്കുന്നത്. ഇന്നാള് ഭാരതത്തിൽ പണ്ടേ മനുഷ്യരില്ലേ, അവിടെ നബി ഉണ്ടാവൂലേ? ഉണ്ടാവാം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവണം. അതാര് അറിയില്ല. ഇന്നാളായിക്കൂടെ, ചിലപ്പോ ആവാം, ചിലപ്പോ അല്ലാതിരിക്കാം. ഒരു സാക്ഷിയില്ല, കൃത്യമായ ചരിത്രമില്ല. വളരെ മുമ്പുള്ള കാലഘട്ടമാണ്. ഏകദേശം ചരിത്രം ആരംഭിക്കുന്നത് ഈസാ നബി അലൈഹിസ്സലാം മുതലാണ്. അതിനു മുമ്പുള്ളത് ചരിത്രാതീത കാലമാണ്. അപ്പോൾ ചരിത്രം തെളിവായി വരുന്നില്ല. പിന്നെ ഊഹങ്ങളാണ്, കേട്ടുകേൾവികളാണ്, അല്ലെങ്കിൽ ഇതിഹാസങ്ങളാണ്. ഇങ്ങനെ കൃത്യമായി വിശ്വസിക്കാവുന്ന ഒന്നുമില്ല. അപ്പോ ശരിക്കും നമ്മൾ അള്ളാഹുവിലും ദൂതന്മാരിലും
നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കിതാബിൽ മലായികത്തിലൊക്കെ ഇങ്ങനെ തന്നെ ആയത്തവരാണ്. അള്ളാഹുവിലും ദൂതന്മാരിലും നോക്കൂ നിങ്ങൾ, ആമിനൂ ബില്ലാഹി വറസൂലിഹി, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുക, വറസുലിഹി, അള്ളാഹുവിന്റെ ദൂതന്മാരിൽ വിശ്വസിക്കുക. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ذلك فضل الله, അത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് അത് നൽകുക. നമ്മുടെ ആഗ്രഹപ്രകാരം ഒരു റസൂൽ ഉണ്ടാവില്ല, വേറൊരു റസൂലിന്റെ ആഗ്രഹപ്രകാരവും ഒരു റസൂൽ ഉണ്ടാവില്ല. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ ഭൂരിപക്ഷവും ഒരു റസൂലായി ആഗ്രഹിച്ച് തെരഞ്ഞെടുത്താലും റസൂലാവില്ല. യുഅ്തി മൻ യശാ, അള്ളാഹ് തെരഞ്ഞെടുക്കുന്നതാണ്. അള്ളാഹു തെരഞ്ഞെടുക്കുന്ന ആളാണ് റസൂലായി ദൂതനായി വരിക. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം, അള്ളാഹു അങ്ങേയറ്റത്തെ ഔദാര്യത്തിന്റെ ഉടമയാണ്. ആ ഔദാര്യം കാരണമായി മനുഷ്യരിൽ നിന്ന് തന്നെ മനുഷ്യ ഗുണങ്ങളുള്ള, മനുഷ്യ സ്വഭാവമുള്ള ആളുകളെ മനുഷ്യരിലേക്ക് ദൈവദൂതന്മാരായി, അമ്പിയാക്കളായി അള്ളാഹു തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താ അവർ കൊണ്ടുവന്നത്? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, അവരെ നാം നിയോഗിച്ചത്, റുസുലുകളെ നിയോഗിച്ചത്. റസൂലിന്റെ ബഹുവചനമാണ് റുസുല്. റസൂൽ ദൂതൻ, റുസുല് ദൂതന്മാർ, മുർസല് ദൂതൻ, മുർസലീൻ എന്ന് പറഞ്ഞാൽ, മുർസലൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനം ദൈവദൂതന്മാർ. ബിൽ ബയ്യിനാത്ത്, ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പാകത്തിൽ തെളിവുകളുമായിട്ടാണ് ആ ദൈവദൂതന്മാരെ അയച്ചത്. വഅൻസൽനാ മഅഹുൽ കിതാബ്, കൂടെ അല്ലാഹുവിന്റെ ഗ്രന്ഥവും നൽകി. വൽ മീസാന ബിൽ ഖിസ്ത്, അവിടെ ശ്രദ്ധിക്കേണ്ടത് കിതാബ് മാത്രമല്ല, ഒരു തുലാസും ഉണ്ടായിരുന്നു എല്ലാ റസൂലിന്റെ കൂടെ. നീതിപൂർവമായിരിക്കാൻ, അതിലെ അഖീദകൾ നീതിയായിരിക്കും, കർമ്മങ്ങൾ നീതിയായിരിക്കും, പെരുമാറ്റങ്ങൾ നീതിയായിരിക്കും, അവകാശങ്ങൾ നീതിയായിരിക്കും, എല്ലാം നീതിയായിരിക്കും. അതിനൊരു തുലാസ് കൂടിയാണ് വന്നത്. എന്തിനാ തുലാസ്? തുലാസിന്റെ ഉപയോഗം എന്താണ്? 1 കിലോ ഒരു വസ്തു നാം കടയിൽ നിന്ന് വാങ്ങുമ്പോ ഒരു തുലാസിൽ 1 കിലോത്തിന്റെ ഒരു കട്ടി, ഒരു തൂക്കം പുറത്തു വെക്കുന്നു. മറ്റേ തട്ടിൽ നാം ആവശ്യപ്പെട്ട വസ്തു വെക്കുന്നു. ആ സൂചി നേരെ സെന്ററിൽ വരുമ്പോൾ, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാതെ നേരെ വരുമ്പോൾ അതൊരു കിലോ ഉണ്ടെന്ന് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്നവനും ബോധ്യമാവും. അപ്പോ അഖീദയായി, വിശ്വാസമായി പഠിപ്പിച്ചതെല്ലാം നീതിയായിരിക്കും. അനീതിയായ വിശ്വാസം ഈമാനിന് വിരുദ്ധമായിരിക്കും. ഇബാദത്തുകളും മുആമലാത്തുകളും അത് നീതിയായിരിക്കും. സ്വഭാവം, ഗുണപരമായ സ്വഭാവം അത് നീതിയായിരിക്കും. വിരുദ്ധമായത് അനീതിയായിരിക്കും. അതുകൊണ്ട് അമ്പിയാക്കളിലൂടെ സമ്പൂർണമായ നീതിയാണ്. അതിനുവേണ്ടിയാണ് കിതാബിന്റെ ഒപ്പം തുലാസ് കൂടി അള്ളാഹു അവരുടെ കൂടെ നൽകി. അപ്പൊ നമ്മ കയ്യിൽ തുലാസൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ, അവരുടെ കയ്യിൽ തുലാസൊന്നും കണ്ടില്ല. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തുലാസ വഹിയാണ്. നമുക്കെല്ലാരും കൂടി തോന്നി ഇതിനുള്ള നല്ല കാര്യം നല്ലതാവണമെന്നില്ല. ആ വഹിയിലൂടെ അള്ളാഹു പഠിപ്പിക്കും, അമ്പിയാക്കളെ പഠിപ്പിക്കും, അത് ജനങ്ങളെ പഠിപ്പിക്കും. ഇതാണ് നിങ്ങൾക്ക് ഗുണകരം, ഇത് ദോഷമാണ്. നമുക്ക് കാഴ്ചക്ക് തോന്നിയത് തരക്കടില്ലാന്നാണ്, പക്ഷെ അത് അപകടമാണ്. പല നെഗറ്റീവ് കൊണ്ട് മനുഷ്യന്മാരെ അള്ളാഹു രക്ഷിക്കും. രോഗം കൊണ്ട് രക്ഷിക്കുമല്ലോ മനുഷ്യന്മാരെ, വെറും ദരിദ്രനാക്കിക്കൊണ്ടും രക്ഷിക്കും അല്ലാഹ്. ഇവന് സമ്പത്ത് നൽകിയാൽ ഇവൻ അഹങ്കാരിയായി പഴച്ചു പോകും എന്ന് കണ്ടാൽ ആ ദാസനോടുള്ള കാരുണ്യം കൊണ്ട് അവനെ
ദരിദ്രനാക്കും, സ്വർഗപ്രവേശനം എളുപ്പാക്കാൻ വേണ്ടി. അതോ നമുക്ക് കാഴ്ചക്ക് തോന്നി എന്തോരം കഷ്ടപ്പെട്ട ആ മനുഷ്യനല്ലേ അല്ലേ? പക്ഷെ അള്ളാഹുവിന്റെ രക്ഷയായിരുന്നു, അത് കരുണയായിരുന്നു. അവൻ മറ്റവരൊക്കെ പോയപ്പോ അവനക്ക് പോകാൻ പറ്റിയില്ല, സുഖമുണ്ടായില്ല. അള്ളാഹ് രക്ഷിച്ചായിരുന്നു. രോഗം കൊണ്ട് അവൻ അവിടെ കിടത്തി. ആ തിന്മയിലേക്ക് അവൻ പോയില്ല. നമുക്കറിയണമെന്നില്ല. അപ്പോ ആ തുലാസ് വഹിയിലൂടെ അമ്പിയാക്കൾക്ക് നൽകപ്പെടുന്നതാണ്. കോടതിയിലെ ചിഹ്നം പോലെ ഒരു തുലാസ് അമ്പിയാക്കളുടെ കയ്യിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ ഇതിൽ ഈ മുർസലീങ്ങളുടെ പരമ്പര അവസാനിക്കുന്നത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അന്ത്യപ്രവാചകനായി മുമ്പ് വന്ന മുഴുവൻ ദൂതന്മാരെയും സത്യപ്പെടുത്തിക്കൊണ്ട് അവർ ജനങ്ങളെ പഠിപ്പിച്ച ആദർശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനേക്കാൾ വികാസമായ മുആമലാത്തുകൾ, കർമ്മങ്ങൾ, സ്വഭാവങ്ങൾ, നിയമങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ റസൂലിനെ പറ്റി അല്ലാഹ് അഹ്സാബിൽ പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറയുന്ന ഒരായത്താണിത്. 4 സ്ഥലത്തെ മുഹമ്മദ് എന്ന പേര് വന്നിട്ടുള്ളൂ, 4 സ്ഥലം. അതിൽ അഹ്സാബിലെ 40-ാമത്തെ ആയത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ വരുന്നത്. പിന്നെ വേറൊരു സൂറത്തില് അഹമ്മദ് എന്നുണ്ട്. മക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ, നിങ്ങളിൽ ഒരു പുരുഷന്റെയും പിതാവല്ല മുഹമ്മദ്. പുരുഷൻ എന്ന് പറഞ്ഞത് ഈ ആയത്തിറങ്ങുമ്പോ പെൺമക്കളുണ്ട് നബിക്ക്, ആൺമക്കളില്ല. 3 ആളുണ്ടായത് മരിച്ചുപോയി. 3 ആൺമക്കളുണ്ടായി. അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം ചെറുപ്പത്തിലെ മരിച്ചുപോയി. ഈ ആയത്തിറങ്ങുമ്പോ പെൺമക്കളുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞു, നിങ്ങളിൽ ഒരു പുരുഷന്റെ വാപ്പയല്ല മുഹമ്മദ്, വലാകിൻ റസൂലുള്ളാഹ്, പക്ഷേ അല്ലാഹുവിന്റെ ദൂതനാണ്. വഖാതമൻ നബിയ്യീൻ, അമ്പിയാക്കളിലെ അവസാനത്തെ ആളാണ്. മുദ്രയാണ്, സീലാണ്. ഇനിയില്ല, അത് തുറക്കൂല. ഇനി അത് തുറക്കൂല. അനേക ആൾക്കാർ ശേഷം ഞാൻ നബി എന്നൊക്കെ പറഞ്ഞു വന്നു. ഖാദിയാനികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലേ? അഹമ്മദുൽ ഖാദിയാനി നബിയാണെന്ന് വിശ്വസിക്കുന്നവർ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ കള്ള നബിമാര് കുറെ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് അവരെല്ലാം നിഷ്കാസനം ചെയ്യിച്ചത്. സീലരിച്ചു പോയി. അവസാനത്തെ ആളാണ് ഖാത്തം, അവസാനിപ്പിക്കുന്ന ആൾ. അത് ഈമാനാണ് എന്ന് പറയാനാണ്. അതും ദൈവദൂതന്മാരിൽ ഈമാൻ കൊള്ളുക എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നതോടൊപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യപ്രവാചകനാണ് എന്ന് വിശ്വസിക്കൽ ഈമാനിൽപ്പെട്ടതാണ്. അല്ല, അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവന്റെ ഈമാൻ തകർന്ന് തരിപ്പണമായി പോയി എന്നുകൂടി മനസ്സിലാക്കണം. വകാനല്ലാഹു ബികുല്ലി ഷൈഇൻ അലീമ, അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാകുന്നു. പിന്നെ മുമ്പ് വന്ന ദൈവദൂതന്മാരും മുഹമ്മദ് നബിയും തമ്മിലുള്ള അന്തരം എന്താണ്? പ്രധാനപ്പെട്ട ഒരു അന്തരം എന്താണ്? അത് മുഹമ്മദ് നബിക്ക് മുമ്പുള്ളവരൊക്കെയും നിശ്ചിത കാലത്തേക്കും നിശ്ചിത സ്ഥലത്തേക്കും മാത്രമുള്ളവരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാലത്തേക്കും ഖിയാമത്ത് നാൾ വരെ എല്ലാ മനുഷ്യരിലേക്കും ഉള്ള ദൈവദൂതനാണ്. അതും ഈമാൻ കാര്യമായിട്ട് മനസ്സിലാക്കണം. അവിടെ എങ്ങാനും തെറ്റിയാൽ തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചില മൗലികമാർക്ക് ഇപ്പൊ അത് തെറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സാധാരണക്കാർക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. പഠിച്ച പണ്ഡിതന്മാരുള്ള ആദ്യം പഴക്കുക, സാധാരണക്കാർ പിന്നീട് പഴക്കുക.
പഠിച്ച പണ്ഡിതന്മാരിൽ നിന്നാണ് ഫിത്ന ആരംഭിക്കുക. ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വൃത്തികെട്ടവരായിരിക്കും ഒരു കാലം വരുമ്പോ പണ്ഡിതന്മാർ. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ട ആളുകളായി പണ്ഡിതന്മാർ മാറുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പിഴക്കല് സാധാരണക്കാരല്ല, പണ്ഡിതന്മാര് പിഴക്കും, എന്നിട്ട് ആയിരങ്ങളെ പിഴപ്പിക്കും. അതാ സംഭവിക്കുക. അതായത് ഞാൻ കിതാബിന്റെ വിഷയം പറഞ്ഞപ്പോ പറഞ്ഞു തന്നിരുന്നു, മറ്റേ നബിയിൽ വിശ്വസിച്ചാലും പരലോകത്ത് സ്വർഗത്തിൽ പോകും. ഇപ്പൊ ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടതിന് ശേഷം എല്ലാ മനുഷ്യരും, കിതാബിൽ വിശ്വസിച്ചിരുന്നവരും വിശ്വസിക്കാത്തവരും, ഒരു ദൈവദൂതനെ പിന്തുടർന്നവരും അല്ലാത്തവരും മുഹമ്മദ് നബിയിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അത് ഈമാൻ കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ഈമാൻ തെറ്റിനെ അറിയുള്ളൂ. അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, മുഴുവൻ ജനങ്ങളിലേക്കുമാണ് നാം നിന്നെ നിയോഗിച്ചിട്ടുള്ളത് നബിയെ. ബശീറൻ വനദീറൻ, ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനും. വലാകിൻ അക്സറൻ നാസി ലാ യഅലമൂൻ, സൂറത്ത് സബ. അധികം ആൾക്കാർക്ക് അറിയില്ല. അല്ലാഹു പറയാ, അധികം ആൾക്കാർക്ക് അറിയില്ല. മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ദൂതനാണ്. മുമ്പ് വന്ന ദൈവദൂതന്മാരുടെയോ വേദഗ്രന്ഥങ്ങളുടെയോ അനുയായികൾ നബിക്ക് നബിയുടെ നിയോഗത്തിന് ശേഷം ഉണ്ടെങ്കിൽ, അന്നായാലും പിന്നായാലും ഇപ്പോഴായാലും ഖിയാമത്ത് നാൾ വരെ അവരൊക്കെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കണം, ഈമാൻ കൊള്ളണം. എന്നാലേ മുഅ്മിനാവും. അല്ലാതെ അംഗീകാരം കിട്ടും. അതിന് ഗൗരവപ്പെട്ട ഒരു വർത്താനം റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. പിന്നീടൊരു സംശയം പ്രിയപ്പെട്ടവരെ, മൂസയോ ഈസയോ നിങ്ങളിലുണ്ടായിരുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മൂസയോ ഈസയോ നിങ്ങളിലുണ്ടായിരുന്നെങ്കിൽ എന്നിൽ വിശ്വസിക്കൽ അവർക്ക് നിർബന്ധമായിരുന്നു. റസൂലുകളെ വേറെ ആളല്ല. മൂസാ നബി അല്ലാഹുവിന്റെ റസൂല, പല ശ്രേഷ്ഠതയുള്ള ആൾ. ഈസാ നബി പല ശ്രേഷ്ഠതയുള്ള ആൾ. ആ രണ്ടാൾ ഇന്ന് നിങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്നെ പിൻപറ്റി ജീവിക്കേണ്ടി വരുമായിരുന്നു. ആ മുഹമ്മദ് നബിയുടെ ശ്രേഷ്ഠത നിഷേധിക്കുന്നതാണ് മുസ്ലിം പേരുള്ള ചില മൗലവിമാര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയണം, നിങ്ങൾ അറിയാണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിലേക്ക് പോയവരുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യപ്പെട്ട ചില ആൾക്കാർ ആ പഴയത്തിന്റെ കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഏതുവരെ നിങ്ങൾക്കറിയുമോ? ഖിയാമത്ത് നാളിന് മുമ്പ് ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് വരും. അതിന്റെ ഒരു കാരണം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം. ദജ്ജാലിനെ കൊല്ലുന്നത് ഈസാ നബി ആയിരിക്കും. സഹീഹായ അനേകം ഹദീസിലൂടെ ആ വിഷയം വിശദീകരിക്കുന്നില്ല. ഇപ്പോ എന്താ വിഷയം? ഇഞ്ചീലിൽ വരാനിരിക്കുന്ന അവസാനത്തെ റസൂലിന്റെ വിശേഷണങ്ങൾ, ആ റസൂലിന്റെ അനുയായികളുടെ വിശേഷങ്ങൾ ഈസാ നബിക്ക് നൽകപ്പെട്ട ഇഞ്ചീലിൽ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചു മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. എന്താണ്? തൗറാത്തിലുണ്ട്, ഇഞ്ചീലിലുമുണ്ട്. ഒരു മുള പോലെ അത് വളർന്ന് തടിച്ച് അത് ബലം വെച്ച് ഒരു വടവൃക്ഷമായി മാറുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, മുഹമ്മദ് നബിയുടെ അനുയായികളെ സംബന്ധിച്ചുള്ള വിവരണം ഏതിലുണ്ടായിരുന്നു എന്നാ പറയണത്? ഇഞ്ചീലിൽ ഉണ്ടായിരുന്നു. ഈ വചനങ്ങൾ ഈസാ നബിക്ക് ലഭിച്ചപ്പോ ആകാശത്തേക്ക് കൈയുയർത്തി ഈസാ നബി, റബ്ബേ, ഇങ്ങനെയാണ് അവസാനത്തെ പ്രവാചകന്റെ അനുയായികൾ പോലും ഇത്രമാത്രം ശ്രേഷ്ഠരാണെങ്കിൽ എന്നെ
ആ മുഹമ്മദിന്റെ അനുയായിയാക്കി തീർക്കണമേ റബ്ബേ എന്ന് ഈസാ നബി പ്രാർത്ഥിച്ചു. അന്ന് റസൂലായി ചോദിച്ച ഈസാ നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കാം എന്താവാൻ? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽപ്പെടാൻ. അതാ അവസാന കാലത്ത് വരുന്നു ഈസാ നബി. അപ്പോൾ പള്ളിയുടെ അടുത്ത് വരുമ്പോ ഇവിടെ നിസ്കാരം നടക്കാൻ പോവാ. നിസ്കാരം ഇഖാമത്ത് കൊടുത്തു. വാതുക്കൽ ഈസാ നബി. ഇമാമ് കണ്ടു. ഇമാമ നോക്ക് ബാക്കിലൊക്കെ ആൾക്കാരൊക്കെ ഇഖാമത്ത് കൊടുത്തിട്ട് സഫൊക്കെ ശരിയല്ലേ എന്നൊക്കെ നോക്കൂ. വാതുക്ക ഈസാ നബി വെള്ളം ഇങ്ങനെ ഇറ്റ് വീണു. തലമുടിയിൽ നിന്ന് വെള്ളം ഇറ്റ് വീണു. മനസ്സിലായി? അദ്ദേഹം പിറകോട്ടിറങ്ങി ഈസാ നബിയോട് അപേക്ഷിച്ചു, താങ്കളാണ് ഇമാമ് നിൽക്കുന്നത്. ഈസാ നബി സമ്മതിക്കില്ല, ഞാൻ ഉമ്മത്താണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. ഈ ഇമാം ഇഖാമത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇമാമുക്കാൻ മൗമൂമായി നിൽക്കുന്നു. കേട്ടാ, മൗമൂമായിട്ടാണ് നിൽക്കുന്നത്. അള്ളാന്റെ റസൂലായ ഈസാ നബി ഒരു ഇമാമിന്റെ പിന്നിലാണ് നമസ്കരിക്കുന്നത്. ഇതിനൊക്കെ നിരാകരിക്കുന്ന വിധ ആ വേദെടുത്താലും സ്വർഗത്തിൽ പോകും, ഈ റസൂലിനെ പിൻപറ്റിയാലും സ്വർഗത്തിൽ പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മുഹമ്മദ് നബി അംഗീകരിക്കാതെ ഖുർആനിനെ പിൻപറ്റാതെ ഒരാൾക്കും മോക്ഷമില്ല. അള്ളാഹു ആ വിഭാഗത്തിൽ മോക്ഷം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യമാണ് പറഞ്ഞത്. അവസാനത്തെ റസൂൽ. ആ ഈമാൻ ശരിയാകണമെങ്കിൽ ആ റസൂലിനെ പരിപൂർണമായും അനുസരിക്കണം, സംശയിക്കാതെ. നിങ്ങളുടെ പിതാവിനേക്കാളും മക്കളെക്കാളും ഭാര്യയെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവൻ അള്ളാഹുവിന്റെ റസൂലായിരിക്കണം. ആ ഇഷ്ടത്തിന്റെ അടയാളമാണ് പ്രവാചകന്റെ ചര്യ പിൻപറ്റുക എന്നത്. വളരെ ശ്രദ്ധിക്കണം. പ്രവാചക സ്നേഹത്തിന്റെ പല കോലങ്ങൾ നമ്മൾ കണ്ടിട്ട് ആ വിഷയം ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് വിശദീകരിക്കാൻ, ഞാനിപ്പോ അതിലേക്ക് പോകുന്നില്ല. പ്രവാചക സ്നേഹത്തിന്റെ അടയാളം അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഈമാൻ കാര്യം ഈമാനായിരിക്കണത്. റസൂലുള്ള തന്നിഷ്ടത്തിന് ദീൻ കാര്യം പറയില്ല. അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹീ, അതുകൊണ്ട് അത് പരമസത്യമാണ്. കാരണം അള്ളാഹു ആണല്ലോ അസ്തഖൽ ഹദീസ്, ഏറ്റവും സത്യസന്ധമായ വർത്താനം അള്ളാഹുവിൻ്റെതാണ്. ആ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന അതാണ് റസൂലുള്ള നമ്മോട് പറയുന്നത് മനുഷ്യരോട്. അതും ഏറ്റവും സത്യസന്ധമായ അക്കാര്യം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിച്ചാലും ഇല്ലെങ്കിലും അപ്പടി വിശ്വസിക്കണം, സംശയിക്കാതെ. പൊളിഞ്ഞു, ഈമാൻ പൊളിഞ്ഞു. ഒരു ഹദീസ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടാൽ, സഹീഹായാൽ, സനദ് സഹീഹായാൽ, ആ ഹദീസിലെ മത്നിന്റെ പേരിൽ, ഹദീസിലെ വിഷയത്തിന്റെ പേരിൽ ശങ്കിക്കുകയോ തള്ളിക്കളയുകയോ പുച്ഛിക്കുകയോ ചെയ്യരുത്. പഴക്കുവാൻ അപ്പ പഴക്കും. ലൈഫൊന്നും നമ്മൾ എടുക്കൂല. ഇന്ന് നമുക്ക് ലൈഫ് അത് നമുക്ക് കണക്കൂട്ടാനും അറിയില്ല. അതിന് അന്ന് തന്നെ സംവിധാനം അല്ല ചെയ്തിരുന്നു. ഒരു ഹദീസ് എപ്പോൾ സഹീഹാവും, ഒരു ഹദീസ് എപ്പോൾ ലഈഫാവും, സ്വീകാര്യയോഗ്യമായ ഹദീസ് ഏതൊക്കെ,
ഹദീസ് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയേണ്ടത് ഏതൊക്കെയെന്ന് അന്നു മുതൽ ഹദീസുകളുടെ ക്രോഡീകരണ കാലം മുതൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ ഉമ്മത്തിൽ റസൂലിന്റെ ചര്യ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണമെന്നതിനാൽ ആ സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇന്ന് നിസ്സാരനായ ഞാൻ ഹദീസ് സഹിയല്ല അതായിപ്പാണെന്ന് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞാലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങൾ. റസൂല് എന്ത് ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഉനി യുഹ്ബിബുക്കുമുല്ലാഹ്. പരിശുദ്ധ ഖുർആനാണ് ആൽ ഇംറാൻ. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ റസൂലെ താങ്കളെ പിൻപറ്റാൻ ആവശ്യപ്പെടൂ. അള്ളാഹിനെ സ്നേഹിക്കുന്നവരും റസൂലിനെ സ്നേഹിക്കുന്നവരും ചെയ്യേണ്ട പണി ഒന്നാണ്, റസൂലിനെ പറ്റെ സംശയിക്കാതെ ഉള്ളിൽ യാതൊരു പ്രയാസവുമില്ലാതെ പിൻപറ്റുക എന്നതാണ്. ആ റസൂൽ വിശേഷങ്ങൾ അല്ലാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബ 128 ആയത്ത്. അല്ലാഹു പറയാ, ഖുർആനാണ്, ഹദീസല്ല. നിങ്ങളിൽ നിന്ന് ഇതാ ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, ആ റസൂലിന്റെ ഉമ്മത്തിന് പ്രയാസകരമാകുന്ന കാര്യത്തെ സഹിക്കാൻ പറ്റാത്ത ഒരു സഹാബിക്ക്, ഉമ്മത്തിലെ ഒരു അംഗത്തിന് പ്രയാസമാകുന്നത് സഹിക്കാനാവാത്ത ഹരീസുൻ അലൈക്കും, എല്ലാവരും നല്ല അവസ്ഥയിലേക്ക് എത്തണമെന്ന് അതിയായി കൊതിക്കുന്ന അത്യാഗ്രഹമുള്ള ഹരീസ്, അത്യാഗ്രഹം റസൂലിന് എല്ലാവരും പ്രയാസങ്ങളില്ലാതെ നന്മയിലെത്തണമെന്നത്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അതീവ ദയാവായ്പുള്ള അതീവ കരുണാവാരിധിയായിട്ടുള്ള റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതും ഈമാനിന്റെ ഭാഗമാണ്. ഇപ്പോഴേ നിർഭയത്വത്തിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ എനിക്ക് നന്മയാണത്, എല്ലാ അശറിൽ നിന്നുള്ള മോചനമാണത് എന്ന ഈമാനിലൂടെ നിർഭയരായിത്തീരുന്നു. ഏത് പ്രതിസന്ധിയിലും ഒരൊറ്റ സംഭവം മാത്രം നിങ്ങൾക്ക് ആ കാര്യം, കാരണം ഈ കാലത്ത് അത് പ്രത്യേകം പറയണം, കാരണം അത് ബുദ്ധിക്ക് അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഹദീസ് പുച്ഛിക്കാണ്, റസൂലിന്റെ ഹദീസ് സ്വഹീഹായി വന്നതിനെ പുച്ഛിക്കാണ്. അപ്പൊ തന്നെ അവൻ ദീനിൽ നിന്ന് പുറത്തു പോയിട്ടാ, അപ്പൊ തന്നെ ദീനിൽ നിന്ന് പുറത്തുപോയി. ഒരു സംഭവം പറയാം നിങ്ങൾക്ക്. ആരെങ്കിലും അടുത്തിരുന്ന് മയങ്ങുണ്ടോന്ന് നോക്കിയാ, തട്ടി വിളിച്ചു നോക്കിയാ, കണ്ണ് താഴ്ത്തിരുന്നാലും മയക്കം വരും. നേരെ എന്നെ നോക്കിയിരുന്ന മതി. അബൂദർറുൽ ഖഫാരി റളിയല്ലാഹു അൻഹു, നബിയുടെ പ്രമുഖനായ സഹാബി, ഗഫാർ ഗോത്രത്തിന്റെ തലവൻ, നേതാവ്. കച്ചവട സംഘങ്ങളിൽ നിന്നൊരു വാർത്ത അദ്ദേഹം അറിഞ്ഞു. മക്കയിൽ ഒരു പുതിയ പ്രവാചകൻ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു റസൂല് വന്നിരിക്കുന്നു. നാട്ടിലെ ജനങ്ങൾക്ക് ശീലമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ എതിർക്കുന്നു. ഈ വാർത്തയാണ് കച്ചവടക്കാരൻ. അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണം അത് ചരിത്രമാണ്. അവിടെ എല്ലാം നമ്മുടെ വിഷയം അതല്ലാത്തോണ്ട് ചുരുക്കി പറയാം. അദ്ദേഹം മക്കയിൽ വന്നു. കുറെ ദിവസങ്ങൾ ഇങ്ങനെ പരതി ഒളിച്ചു പരതി, ചോദിക്കുന്നത് ശത്രുവിനോടാണെങ്കിലോ എന്ന ഭയം. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടെത്തി. അദ്ദേഹം ദാറുൽ അർഖമിൽ ചെന്നു. റസൂല് ഇസ്ലാമിനെ വിശദീകരിച്ചു കൊടുത്തു. അദ്ദേഹം അത് സ്വീകരിച്ചു. ഷഹാദത്ത് കലിമ പ്രഖ്യാപിച്ച് മുസ്ലിമായി. 3 ദിവസം മാത്രമാണ് മക്കയിൽ താമസിച്ചത്. വളരെ ശ്രദ്ധിക്കണം, 3 ദിവസം മാത്രം താമസിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ ഇനി താങ്കളുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി
താങ്കളുടെ ജനതയെ ഈ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക. അപ്പൊ ഒരു പുതിയ വാദണ്ടല്ലപ്പ പൊളിഞ്ഞു. മഹാപണ്ഡിതന്മാരായി കഴിഞ്ഞാലേ ദഅവത്ത് നടത്താൻ പാടുള്ളൂ. എത്ര ദിവസം? 3 ദിവസം. വളരെ കുറച്ച് ആയത്തുകളെ ഖുർആനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ, കുറച്ച് സൂറത്തുകളെ ഇറങ്ങിയിട്ടുള്ളൂ. 3 ദിവസം റസൂലുള്ളാഹിയുടെ ഉപദേശങ്ങളെ കേട്ടിട്ടുള്ളൂ. ഇനി പോവാൻ ഈ സത്യത്തിലേക്ക് നിന്റെ നാട്ടുകാരൻ, നിന്റെ ജനതയെ ക്ഷണിക്കാൻ അദ്ദേഹം പോയി സ്വന്തം ആളുകളിലേക്ക്. പിന്നെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തെ പറ്റി ഒരു വിവരവും ഇല്ല. പിന്നെ വിവരം തുടങ്ങുന്ന എപ്പോഴാ? റസൂലുള്ള മക്കയിലെ ഈ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് ഹിജറ പോയി മദീനയിൽ. അവിടെ ഒരു സ്റ്റാൻഡ് കിട്ടി, അനുയായികൾ വർദ്ധിച്ചു, ഒരു പിടുത്തം വന്നു. അതോ കാണുന്നു ഒരു വലിയ ജനക്കൂട്ടം വരുന്നത്. പല സഹാബിമാരും വാളൂരി. ശത്രുക്കൾ മദീന ആക്രമിക്കാൻ വരികയാണോ എന്നുള്ളത് വലിയ കറുത്ത ഒരു അടയാളം കണ്ടേ, ഒരു ആൾക്കൂട്ടത്തിന്റെ അടയാളം. വാളൂരി കൈപ്പിടിച്ചു. മദീന ആക്രമിക്കാൻ വരികയാണോ? റസൂൽ പറഞ്ഞു, നിങ്ങൾ വാളുകൾ ഉറയിലിടൂ, അവരടുത്തു വരട്ടെ. അടുത്തു വന്നപ്പോ ആരാണ്? അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു സ്വന്തം ഗോത്രമായ ഗഫാർ ഗോത്രത്തെയും തൊട്ടടുത്ത ഗോത്രമായ അസ്ലം ഗോത്രത്തെയും മുഴുവൻ ആളുകളും മുസ്ലിങ്ങളായി കൂടെ കൊണ്ടുവരികയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ചരിത്രം തുടങ്ങുള്ളൂ. അതിനിടയിലുള്ള കാലം എന്താണെന്ന് അറിയില്ല, ഹദീസിലുമില്ല, ഒന്നുമില്ല. സ്വന്തം ഗോത്രത്തെ മുഴുവൻ മുസ്ലിങ്ങളാക്കുകയും തൊട്ടടുത്ത ഗോത്രം അസ്ലം ഗോത്രം അവരായിരുന്നു മദീനയെ വന്നത്. റസൂൽ പറഞ്ഞു, നിങ്ങൾ എന്തിന് വാളൂരി? അത് അബൂദറല്ലേ? അബൂദർ വരട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ വാക്ക് എങ്ങനെ ഉൾക്കൊള്ളണം എന്നതിന്റെ ഒരു തെളിവാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അദ്ദേഹം റസൂലിനോടൊപ്പം ജീവിച്ചു, ഇസ്ലാമിനെ സേവനം ചെയ്തു. ലളിത ജീവിതമായിരുന്നു. ആളുകളുടെ ആർഭാടം തീരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉമ്മത്തിൽ, ഭൗതിക സുഖങ്ങളോടൊക്കെ ഒരു ഇഷ്ടം. നബിയുടെ കാലത്തെ ത്യാഗങ്ങൾ മറന്ന പോലെ അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹം മദീനയിൽ നിന്ന് പോയി വിജനമായ റബദയിൽ പോയി താമസിച്ചു ഭാര്യയുമായി. സാധാരണ വഴിയല്ലത്. എപ്പോഴെങ്കിലും ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആരെങ്കിലും ആ വഴി വന്നെങ്കിലായി. അങ്ങനെ വിജനമായ ഒരൊറ്റപ്പെട്ട പ്രദേശത്ത് ഒരു കുടില് കെട്ടി അതിനുള്ളിൽ ലളിതമായി ജീവിച്ചു. ഈ ചിലർക്കൊക്കെ ആർഭാടങ്ങളൊക്കെ കണ്ടപ്പോ ഇവർ ഇസ്ലാമിന്റെ ആദ്യഘട്ടം മറന്നുപോയല്ലോ എന്നൊക്കെ തോന്നി അദ്ദേഹം അവിടെ പോയി. പ്രായമായി, രോഗമായി, മരണാസന്നനായി, ഭാര്യ മാത്രം, അയൽപക്കത്തൊരു വീടില്ല, അറിയാൻ ഒരു മനുഷ്യനില്ല. അവിടെ റബദ, മരുഭൂമിയോട് ചേർന്ന പ്രദേശം. ഭാര്യയോട് പറഞ്ഞു, അബൂദർ ഗഫാരി, ഇത്രയും കാലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചില്ലേ, എന്റെ സമയം അടുത്തതായി എനിക്ക് തോന്നുന്നു. എത്രയും വേഗം ഞാൻ മരണപ്പെടും. ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ പൊട്ടിക്കരഞ്ഞു. അബൂദർ ചോദിച്ചു, എന്താ നിന്നെ കരയിപ്പിക്കുന്നത്? ഞാൻ മരിച്ചു പോകുന്നതാണ്. ഭാര്യ പറഞ്ഞു, അല്ല, മരണം എനിക്കും താങ്കൾക്കും അപ്പൊ നിശ്ചയിച്ചതാണ്, അതിനെ തടുക്കാൻ പറ്റില്ല, കരഞ്ഞിട്ടും കാര്യമില്ല. പിന്നെന്തിനാ കരയണ? താങ്കൾ മരണപ്പെട്ടാൽ ഞാനൊരു സ്ത്രീ ഒറ്റക്ക്, താങ്കളുടെ മയ്യത്ത് പൊതിയാൻ മാത്രമുള്ള ഒരു വസ്ത്രം പോലും ഈ കുടിലില്ല, കഫം പുടവയില്ല. 6 അടി താഴ്ചയിൽ ഒരു കുഴി കുഴിച്ച് ഒരു പുരുഷന്റെ മയ്യത്ത് ഒരു പെണ്ണെങ്ങനെ കബറിലേക്ക് വെക്കാൻ പറ്റും? അതാലോചിച്ചിട്ട് കരഞ്ഞതാ. മയ്യത്ത് വെക്കുമ്പോ മൂടിയിട്ട് വെക്കണ്ടേ? അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നീ കരയണ്ട, അതോർത്തിട്ടാണെങ്കിൽ നീ കരയണ്ട.
കാരണം ഞാനടങ്ങുന്ന 10 പേരിരിക്കുമ്പോൾ എന്റെ ഹബീബ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരാൾ ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ച് മരിക്കും. ഒരു വലിയ സംഘം മുഅ്മിനീങ്ങൾ ആ ജനാസക്ക് സാക്ഷിയാവും. അതെന്റെ റസൂല് പറഞ്ഞതാണ്, അത് സത്യം. നടക്കുവോ? ഒറ്റപ്പെട്ട വഴിയല്ല, മെയിൻ വഴിയല്ല, അവിടെ ആള് വരുവോ? എന്താ ഇദ്ദേഹത്തിന്റെ ഉറപ്പ്? എന്റെ റസൂൽ പറഞ്ഞതാണത്. ആ ഈമാൻ നോക്ക് നിങ്ങൾ. നമുക്ക് സംശയം ഉണ്ടാവോ? റസൂൽ അങ്ങനൊക്കെ പറഞ്ഞു, പക്ഷെ കാര്യം നടക്കുവോ? വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ കുടിലിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുക. ആ ചെറിയ വഴിയില്ല, അവിടേക്ക് ആരെങ്കിലും വരും. അവിടെ എന്റെ റസൂൽ പറഞ്ഞതാ, വരും. അപ്പൊ ആ പെണ്ണ് ചോദിച്ചു, 10 ആളിൽ ഒരാൾ എന്നല്ലേ റസൂല് പറഞ്ഞത്? അത് നിങ്ങളാവണമെന്നുണ്ടോ? ന്യായമായ ചോദ്യമാണ് ഭാര്യ ചോദിച്ചത്. 10 ആളിരിക്കുമ്പല്ലേ റസൂൽ പറഞ്ഞത്? അതെ, ആ 10 ആളിൽ 9 ആളും മരണപ്പെട്ടു കഴിഞ്ഞു. അവരൊക്കെയും അവരുടെ വീട്ടുകാരോടൊപ്പമായിരിക്കെ മരിച്ചു നാട്ടിൽ. ബാക്കി ഞാൻ മാത്രമാണ്. അതുകൊണ്ടത് ഞാൻ തന്നെ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതെല്ലാം സത്യമാണ്. മരണപ്പെട്ടു. ഒരു തുണിക്കഷ്ണമെടുത്ത് മുഖത്ത് മൂടിയിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഒരാൾ, ചെറിയ ആൾക്കൂട്ടം, ഒരു സംഘം ആളുകൾ വരുന്നു. അവൾ കൈ ഉയർത്തി ഇങ്ങനെ. അതവര് കണ്ടു. അവര് മുന്നോട്ട് വന്നു. നോക്കുമ്പോ ആരാണ്? നബിയുടെ പ്രിയപ്പെട്ട സഹാബി അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. എന്തിനായില്ലേ വന്നത്? പ്രിയപ്പെട്ടവരെ, എന്തിനായില്ലേ വന്നത്? അദ്ദേഹവും അനുയായികളാണ്, ചില്ലറ ആളല്ല. നബിയുടെ അടുത്ത് ഉണ്ടായിരുന്ന ഉന്നതമായ സ്ഥാനം, ഖുർആൻ ഏറ്റവും നന്നായി പഠിപ്പിക്കുന്ന ആൾ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ആ ഒറ്റക്കൊരു പെണ്ണിനെ കണ്ടപ്പോ ആ സഹാബി ചോദിച്ചു, എന്താണ് സഹോദരി, എന്താണ് താങ്കൾ ഇവിടെ തനിച്ച്? ഇവിടെ മനുഷ്യവാസില്ലാത്ത ഏരിയല്ലേ, എന്താണ് ഇവിടെ? അപ്പൊ പറഞ്ഞു, ഞാൻ താങ്കളുടെ സഹോദരൻ അബൂദറിന്റെ ഭാര്യയാണ്. ആ സഹോദരൻ മരണപ്പെട്ടിരിക്കുന്നു. ആ കാണുന്നതാണ് കുടിൽ. തന്റെ അനുയായികളെയും കൊണ്ട് വേഗത്തിൽ നടന്നു. ആ കുടിലേക്ക് കയറി മുഖത്ത് നിന്ന് തുണിക്കഷ്ണം നീക്കി. അബൂദർ ആദ്യം പറഞ്ഞ വാചകം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പരമസത്യം. കൂട്ടുകാരോട് പറയാം. അവിടെ രണ്ടുപേരും, അബൂദർ എങ്ങനെ നിർഭയത്വത്തിലേക്ക് പോയത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സത്യം എന്ന നിർഭയത്വം. ഇവിടെ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് പറയുന്നത് എന്താ? സദഖ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് പരമസത്യം. കാരണം റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂദർ തനിയെ നടക്കും, തനിച്ചു മരിക്കും. ഖിയാമത്ത് നാളിൽ എല്ലാവരും കൂട്ടമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോൾ അബൂദറിന് മാത്രം ഒറ്റയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. അവരാണ് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ വസ്ത്രം ഉണ്ടായിരുന്നു. ആ വസ്ത്രം കുളിപ്പിച്ചു. അങ്ങനെ അവര് കഫൻ ചെയ്തു, മയ്യത്ത് നമസ്കരിച്ചു. അവരെല്ലാം വേണ്ടി ചെയ്തിട്ടാണ് പോയത്. ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഇത് മാത്രമല്ല, എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും സംഭവിക്കുക തന്നെ ചെയ്യും. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയുള്ള വിവരണത്തിൽ നമുക്കത് ഇൻഷാ അല്ലാഹ് പഠിക്കാം, മനസ്സിലാക്കാം. ഇപ്പൊ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? നമുക്ക് യോജിക്കാത്തതാണ്, ബുദ്ധിക്ക് അങ്ങോട്ട് ശരിയാവണില്ല. ഒരിക്കലും അങ്ങനെ വാക്കുപയോഗിക്കരുത്, മനസ്സിൽ പോലും തോന്നരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതാണ് എന്നൊരു കാര്യം കണ്ടാൽ അവരിങ്ങനെ പറയണ്ടല്ലോ, റസൂൽ ഇങ്ങനെ, അവരൊക്കെ ഇങ്ങനല്ലേ, ഇവര് ഇല്ല. ഈമാൻ കൊണ്ട
മുർസലീങ്ങളിൽ ഈമാൻ കൊണ്ട, മുഹമ്മദ് നബിയിൽ ഈമാൻ കൊണ്ട ഒരാളും അങ്ങനെ ചിന്തിക്കരുത്. അത് നമ്മുടെ രക്ഷയാണ്, പരലോക രക്ഷയാണ്. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منا والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.